ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇടിച്ചുലർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇടിച്ചുലർത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 1/2 കിലോ. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഒരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങി വെന്ത് കിട്ടിക്കോളൂ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 5-6 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും കേട്ടോ. എന്താണെങ്കിലും നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇറച്ചി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. തീ ഓണാക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ച് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. കുറച്ച് സമയമെടുക്കും കേട്ടോ. ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നോൺ വെജിറ്റേറിയൻ ഡിഷുകളുടെ റെസിപ്പി വീഡിയോകൾ ഞാൻ നേരത്തെ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇവ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇറച്ചി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകരുത്. 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇറച്ചി ഒന്നിച്ചിട്ട് ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 3-4 പ്രാവശ്യമായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇറച്ചി ഉലർത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ 4 നാടൻ വറ്റൽമുളകും 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മുളകും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ 8 മീഡിയം സൈസ് വെളുത്തുള്ളി ചതച്ചത്, വെളുത്തുള്ളി തൊലി കളയാതെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് കീറിയത് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 40 ചുവന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അളന്ന് നോക്കിയപ്പോൾ അളവ് കപ്പിന് 1/4 കപ്പ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ ഉള്ളി വഴന്ന് കിട്ടാനായിട്ട്. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടി, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ വറ്റൽമുളകാണ്. ഇനി ഇവ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്തതിൻ്റെ മണം വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട്ലറ്റിൻ്റേതുപോലെയല്ല ചതച്ചെടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ പീസുകളായിട്ട് കിടക്കണം. ഇവ ഇനി അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 5 മിനിറ്റ് ഉലർത്തിയെടുക്കാം. ഈ സമയത്തും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആകെ മൊത്തം ഈ കറിയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഉപ്പും മുളകും ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ബീഫ് ഉലർത്തിന് കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ കുട്ടികൾക്കും കൂടി കൊടുക്കാനാണെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കാം കേട്ടോ. അവസാനം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നുണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ ഒന്ന് അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്